ഹായ് ഫ്രണ്ട്സ്. ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം കോസ്റ്റ് പെർ ലീഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് പെർ റിസൾട്ട്. അതായത് ഒരു ലീഡിന്, ഒരു എൻക്വയറിക്ക് നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വന്നു, ഇത് ഒപ്റ്റിമൈസ് ചെയ്യണം, ഇത് കുറച്ച് കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് കോസ്റ്റ് പെർ ലീഡിനേക്കാളും ക്വാളിറ്റി ഓഫ് ലീഡ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെറ്റയിലേക്ക് നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് മെറ്റ നമുക്ക് ലീഡ്സ് തരും. എന്നാൽ ഈ ലീഡ്സ് കൺവേർട്ട് ആവോ ഇല്ലയോ എന്നൊന്നും ഒരിക്കലും മെറ്റയ്ക്ക് പറയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലീഡ്സ് കിട്ടുന്ന സമയത്ത് ഇത്ര ലീഡ്സ് എനിക്ക് കൺവേർട്ടായി, ഇത്ര ലീഡ്സ് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്, ഇതെല്ലാം ഇത്ര ലീഡ്സ് ഇത് വേസ്റ്റ് ഓഫ് ലീഡാണ് അല്ലെങ്കിൽ വേസ്റ്റ് ലീഡാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് മെറ്റയിലേക്ക്, ഈ ഒരു ആഡിലേക്ക് നമ്മൾ തിരിച്ച് ഡാറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമ്പയിൻ അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ആവും. കാരണം മെറ്റയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഞാൻ കൊടുത്തതിൽ ഇത്ര ലീഡ്സ് ഇവർക്ക് കൺവേർട്ടായി, സോ ഇതുപോലുള്ള ലീഡ്സ് ഇവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് സെൽഫ് ഒപ്റ്റിമൈസ് ആവും. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങളെ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, സോ ഇത് എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഒരിക്കലും നിങ്ങൾ കോസ്റ്റ് പെർ ലീഡിനേക്കാളും ഫോക്കസ് കൊടുക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ക്വാളിറ്റി ഓഫ് ലീഡ്സിനായിരിക്കണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് അവിടെ കൺവേർഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. അഡ്വർടൈസിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.